മോദിയുടെ പോസ്റ്റ് തിരിച്ചു വന്നപ്പോൾ മെറ്റ മാപ്പ് പറഞ്ഞു. പക്ഷേ ചോദ്യം, വിമർശകരുടെ പോസ്റ്റുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കുറച്ചു സമയം കാണാതായി. പോസ്റ്റ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോസ്റ്റ് നീക്കം ചെയ്തതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ മെറ്റയോട് വിശദീകരണം ചോദിച്ചു. മെറ്റ പറഞ്ഞു, ഓപ്ഷണൽ എറർ, അതൊരു സാങ്കേതിക പിഴവായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. മെറ്റ ഇന്ത്യയിലെ IT മന്ത്രിയോട് മാപ്പ് പറഞ്ഞു. അതേസമയം BJPയും നരേന്ദ്രമോദിയെയും വിമർശിക്കുന്ന നിരവധി രാഷ്ട്രീയ പ്രവർത്തകരുടെയും മാധ്യമങ്ങളുടെയും ജേർണലിസ്റ്റുകളുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നിയന്ത്രിക്കപ്പെടുകയോ നീക്കം ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ആരോപണങ്ങളാണ് ഉയരുന്നത്. ഇതാണ് ചില മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന പ്രധാന ചോദ്യം. ഒരു ഭരണകൂടത്തെ വിമർശിക്കുന്ന ഉള്ളടക്കത്തിന് സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട്? ആദ്യം സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് മെറ്റയുടെ പ്ലാറ്റ്ഫോമിൽ കുറച്ച് സമയത്തേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് മെറ്റ തന്നെ അത് ഓപ്പറേഷണൽ എററാണെന്ന് വിശദീകരിച്ചു. ആ സംഭവത്തിന് പിന്നാലെ കേന്ദ്ര IT മന്ത്രാലയം മെറ്റ എക്സിക്യൂട്ടീവ്സിനെ വിളിച്ചു വരുത്തി. ഓഗസ്റ്റ് 5 മെറ്റയുടെ ചീഫ് ഗ്ലോബൽ അഫയേഴ്സ് ഓഫീസർ ജോയൽ കാപ്ലാൻ കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ടു. അവിടെ മെറ്റയുടെ ഭാഗത്തു നിന്നുള്ള പിഴവിന് അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു. റോയിട്ടേഴ്സും ഇതേ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയാണ് കഥയുടെ മറ്റൊരു ഭാഗം തുടങ്ങുന്നത്. അതേസമയത്ത് മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളിൽ സർക്കാരിനെയും BJPയെയും വിമർശിക്കുന്ന ഉള്ളടക്കങ്ങൾക്കെതിരെ ടേക്ക് ഡൗൺ നടപടികൾ വർദ്ധിച്ചുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് റെസ്ട്രിക്റ്റ് ചെയ്തതായി അദ്ദേഹം തന്നെ ആരോപിച്ചു. എന്തുകൊണ്ടാണ് റെസ്ട്രിക്ഷൻ വന്നതെന്ന് മെറ്റയോട് വിശദീകരണം ചോദിച്ചിട്ടും മറുപടി ലഭിച്ചില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇതുമാത്രമല്ല, ദ വയർ പോലുള്ള മാധ്യമങ്ങൾ തന്നെ പല പോസ്റ്റുകളും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വിത്ത്ഹെൽഡ് ചെയ്യപ്പെട്ടതായി പറയുന്നു. നിഖിൽ ഗുപ്തയുടെ സെന്റൻസിംഗ് ഹിയറിംഗ് മാറ്റിവെച്ചതിനെക്കുറിച്ചുള്ള അവരുടെ പോസ്റ്റ്, അരുണാചൽ പ്രദേശിലെ ടാസ്കിംഗ് മേഖലയിൽ ചൈനീസ് സൈന്യം കയ്യേറ്റം നടത്തുമെന്ന NH വെൽഫെയർ സൊസൈറ്റിയുടെ ആരോപണത്തെക്കുറിച്ചുള്ള പോസ്റ്റ്, ഇവ ഉൾപ്പെടെ പല ഉള്ളടക്കങ്ങളും റെസ്ട്രിക്റ്റഡ് ആയതായി ദ വയർ റിപ്പോർട്ട് ചെയ്യുന്നു. ജൂലൈയിൽ ദ വയറിന്റെ 2 റിപ്പോർട്ട്സ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും മുൻകൂട്ടി അറിയിപ്പില്ലാതെ നീക്കം ചെയ്തതായും ലേഖനം പറയുന്നു. ഇവയിൽ ലോറൻസ് ബിഷ്ണോയെക്കുറിച്ചുള്ള ഒരു വീഡിയോയും എക്സ്പ്ലെയിനറും ഉൾപ്പെടുന്നു. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കണ്ടന്റ് മോഡറേഷൻ ആവശ്യമാണ്. തെറ്റായ വാർത്തകളുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കണം. ഡീപ് ഫേക്ക് ആണെങ്കിൽ നടപടി വേണം. ഹേറ്റ് സ്പീച്ച് ആണെങ്കിൽ നടപടി വേണം. ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന കണ്ടന്റ് ആണെങ്കിൽ അതിനെതിരെ നടപടി വേണം. ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ പോലുള്ള ഉള്ളടക്കങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണം. ഇതൊന്നും ചോദ്യം ചെയ്യാനില്ല. പക്ഷേ പ്രശ്നം മറ്റൊന്നാണ്. ഒരു കണ്ടന്റ് നീക്കം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമായിരിക്കണം. ഒരേ സമയം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണോ എന്നതാണ് പ്രധാന ചോദ്യം. ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന ഒരു പോസ്റ്റ് തെറ്റായി റിമൂവ് ചെയ്താൽ മെറ്റ മണിക്കൂറുകൾക്കുള്ളിൽ മാപ്പ് പറയുന്നുണ്ടെങ്കിൽ, ഭരണകൂടത്തെ വിമർശിക്കുന്ന ഒരു പോസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ അതിന് കാരണം ഒരു യൂസറിന് അറിയാൻ പോലും കഴിയുന്നില്ലെങ്കിൽ അവിടെ ട്രാൻസ്പാരൻസിയെക്കുറിച്ച് ചോദ്യം ഉയരുക സ്വാഭാവികമാണ്. ഇപ്പോൾ മറ്റൊരു പ്രധാന സംഭവത്തിലേക്ക് വരാം. ഹൈദരാബാദ് പോലീസ് മെറ്റ ഇന്ത്യ ഹെഡ് അരുൺ ശ്രീനിവാസിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഫേസ്ബുക്കിൽ പ്രധാനമന്ത്രി മോദിയെ അബ്യൂസീവ് മാനറിൽ ചിത്രീകരിക്കുന്ന വീഡിയോസ് പോസ്റ്റ് ചെയ്തുവെന്ന് ബന്ധപ്പെട്ടതായിരുന്നു കേസ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതുകൂടി നടക്കുന്ന സമയത്താണ് മെറ്റയോട് പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് റെസ്ട്രിക്ഷന്റെ പേരിൽ വിശദീകരണം തേടുന്നത്. അതായത്, ഒരു വശത്ത് മോദിയുടെ കണ്ടന്റ് തെറ്റായി റെസ്ട്രിക്ട് ചെയ്താൽ ഞങ്ങൾ എക്സ്പ്ലനേഷനിൽ ചോദിക്കും എന്ന സമീപനം, മറുവശത്ത് മോദി വിമർശിക്കുന്ന കണ്ടന്റുകൾക്കെതിരെ വലിയ തോതിലുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടാകുന്നു എന്ന ആരോപണം. അപ്പോൾ ചോദ്യം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് രാഷ്ട്രീയമായി സെൻസിറ്റീവായ കണ്ടന്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ്സ് എത്രത്തോളം ന്യൂട്രലാണ്? ഇതിൽ മറ്റൊരു വലിയ ഇഷ്യൂ ഉണ്ട്. മെറ്റ പോലുള്ള ഒരു കമ്പനിക്ക് ഇന്ന് ഇന്ത്യയിൽ കോടിക്കണക്കിന് യൂസേഴ്സ് ഉണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ഇവ വെറും എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോംസ് അല്ല. ഇന്ന് രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നത് പോലും വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലാണ്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസംഗം വൈറലാകുന്നത് ഇവിടെയാണ്. ഒരു സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഇവിടെയാണ്. ഒരു ജേർണലിസ്റ്റ് തൻ്റെ റിപ്പോർട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവിടെയാണ്. ഒരു സാധാരണ മനുഷ്യൻ തൻ്റെ അഭിപ്രായം പറയുന്നതും ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു അക്കൗണ്ട് റെസ്ട്രിക്റ്റ് ചെയ്യുകയോ ഒരു പോസ്റ്റ് ഇൻവിസിബിൾ ആക്കുകയോ ചെയ്താൽ അത് ചെറിയ കാര്യമല്ല. അതൊരാളുടെ ഡിജിറ്റൽ റീച്ചിനെ നേരിട്ട് ബാധിക്കും. ഇവിടെയാണ് അൽഗോരിതം എറർ എന്ന വാക്കിന് വലിയ പ്രാധാന്യം കിട്ടുന്നത്. ഒരു അൽഗോരിതം തെറ്റിപ്പോകാം. ഒരു ഓട്ടോമേറ്റഡ് മോഡറേഷൻ സിസ്റ്റം തെറ്റായ തീരുമാനമെടുക്കാം. അത് സാങ്കേതികമായി സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ ആ തെറ്റ് ആരുടെ കണ്ടന്റിലാണ് സംഭവിക്കുന്നത്, എത്ര തവണ സംഭവിക്കുന്നു, അപ്പീൽ ചെയ്താൽ എത്ര വേഗം പരിഹരിക്കുന്നു, എന്തുകൊണ്ടാണ് കണ്ടന്റ് റെസ്ട്രിക്റ്റഡ് ചെയ്തതെന്ന് വ്യക്തമാക്കുന്നുണ്ടോ? ഇതാണ് പരിശോധിക്കേണ്ടത്. കാരണം സെൻസർഷിപ്പ് എന്നത് എല്ലായ്പ്പോഴും ഒരു സർക്കാർ ഉത്തരവായി മാത്രം വരണമെന്നില്ല. ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ആൽഗോരിതം വഴി വിസിബിലിറ്റി കുറയുന്നതും അക്കൗണ്ട് റെസ്ട്രിക്ഷൻ വരുന്നതും കണ്ടന്റ് റിമൂവൽ നടക്കുന്നതും കൂടി പൊതുചർച്ചയെ ബാധിക്കും. ഇപ്പോൾ മെറ്റയുടെ മറ്റൊരു പ്രശ്നം കൂടി നോക്കാം.
ഇന്ത്യൻ സർക്കാർ മെറ്റയോട് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ, ഡീപ് ഫേക്ക് കണ്ടന്റ് തുടങ്ങിയ വിഷയങ്ങളും വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ് ഇന്ത്യ സർക്കാരിനോട് ഇത്തരം ഓപ്പറേഷണൽ ലാപ്സസിനെ കുറിച്ച് മാപ്പ് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. അതായത് മെറ്റ ഇപ്പോൾ ഇന്ത്യയിൽ വലിയ റെഗുലേറ്ററി പ്രഷർ നേരിടുന്ന സാഹചര്യത്തിലാണ്. ഗവൺമെന്റിനും മെറ്റയ്ക്കും ഇടയിൽ കണ്ടന്റ് മോഡറേഷൻ സംബന്ധിച്ച ടെൻഷൻ വർദ്ധിക്കുകയാണ്. അതേസമയം മെറ്റയ്ക്ക് ഇന്ത്യ പോലൊരു വലിയ മാർക്കറ്റ് നഷ്ടപ്പെടുത്താനും കഴിയില്ല. അതിനാൽ ഇവിടെ ഒരു വലിയ പവർ ഇക്വേഷൻ ഉണ്ട്. ഒരു വശത്ത് സർക്കാർ, മറുവശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനീസിലൊന്ന്. ഇടയിലുള്ളത് നമ്മളാണ്, യൂസേഴ്സ്. പക്ഷേ ഈ കഥയെ മെറ്റ BJP വിരുദ്ധ കണ്ടന്റ് മാത്രം നീക്കം ചെയ്യുന്നൊരു ലളിതമായ കൺക്ലൂഷനായി കാണുന്നതും ശരിയല്ല. കാരണം കണ്ടന്റ് മോഡറേഷന് ജെന്യൂനായ പല കാരണങ്ങളുമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ക്രിറ്റിസിസത്തിനും അൺലോഫുൾ കണ്ടന്റിനും ഇടയിലുള്ള ബൗണ്ടറി വ്യക്തമാക്കിയിരിക്കണം. ഒരു സർക്കാരിനെ വിമർശിക്കുന്നത് മാത്രം ഒരു വയലേഷൻ ആകരുത്. ഒരു പ്രധാനമന്ത്രി വിമർശിക്കുന്നത് മാത്രം മിസ്ഇൻഫർമേഷൻ ആകരുത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ പരിഹസിക്കുന്നത് മാത്രം ഹെയ്റ്റ് സ്പീച്ച് ആകരുത്. അങ്ങനെ സംഭവിച്ചാൽ സോഷ്യൽ മീഡിയ ഡെമോക്രസിയുടെ പബ്ലിക് സ്ക്വയർ എന്ന നിലയിൽ നിന്ന് മാറി ഒരു കൺട്രോൾഡ് സ്പേസായി മാറും. അതുകൊണ്ടാണ് ഈ സംഭവത്തിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാകുന്നത്. മോദിയുടെ പോസ്റ്റ് എന്തുകൊണ്ട് നീക്കം ചെയ്തു എന്നതല്ല, അതിൻ്റെ ഉത്തരം മെറ്റ ഇതിനകം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷണൽ എറർ. വലിയ ചോദ്യം, മോദി വിമർശിക്കുന്നവരുടെ കണ്ടന്റിന് ഇതേ ട്രാൻസ്പെറൻസി ലഭിക്കുന്നുണ്ടോ? ഒരു സാധാരണ യൂസറിൻ്റെ പോസ്റ്റ് തെറ്റായി റിമൂവ് ചെയ്താൽ അയാൾക്ക് ആരാണ് മാപ്പ് പറയുന്നത്? ഒരു ജേർണലിസ്റ്റ് റിപ്പോർട്ട് റെസ്ട്രിക്ട് ചെയ്താൽ അതിൻ്റെ കാരണം തുറന്നു പറയുമോ? ഒരു ഒപ്പോസിഷൻ ലീഡറിൻ്റെ അക്കൗണ്ട് റെസ്ട്രിക്ട് ചെയ്താൽ അപ്പീൽ പ്രോസസ് എത്രത്തോളം ട്രാൻസ്പാരൻ്റ് ആണ്? ഇവയ്ക്കാണ് ഉത്തരമുണ്ടാകേണ്ടത്. കാരണം ജനാധിപത്യത്തിൽ അധികാരമുള്ളവരെ വിമർശിക്കാനുള്ള അവകാശം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് BJPക്കെതിരായാലും കോൺഗ്രസിനെതിരായാലും ഏത് സർക്കാരിനെതിരായാലും.